വഅബ്ദുൽ ഖാദിൽ മശ്ഹൂർ ഇസ്മി വജത്തി മുഹമ്മദുൻ ഐനുൽ കമാലി. ഇത് ബഹുമാനപ്പെട്ടവരുടെ മക്ബറയുടെ മരപ്പടി എഴുതിയിട്ടുണ്ട്. ഞാനത് പലവട്ടം കണ്ടതാണ്. ഞാൻ ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജിലാനിയുടെ മക്ബറയിൽ പലപ്പോഴും പോയിട്ടുണ്ട്. ഈ കഴിഞ്ഞ 2024 പോയിട്ടുണ്ട്. മക്ബറിൻ്റെ മുകളിൽ ഇങ്ങനെ മരപ്പടിൻ്റെ ചെറിയൊരു മരപ്പടി അത് കിടക്കണം. അവിടെ ഒരു ബ്രൗൺ പെയിന്റിൽ ഒരു വൈറ്റിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. അതിൻ്റെ കണ്ണിൽ എപ്പോഴും കാണുക വഅബ്ദുൽ ഖാദിൽ മശ്ഹൂർ ഇസ്മി വജദ്ദി മുഹമ്മദുൻ ഐനുൽ കമാലി. അബ്ദുൽ ഖാദിർ എന്ന് നിങ്ങൾ പ്രസിദ്ധപ്പെടുത്തിയ വ്യക്തി ഞാൻ തന്നെയാണ്. പക്ഷെ എൻ്റെ വൽപ്പത്തരം എൻ്റേതല്ല. ഐനുൽ കമാലായ പൂർണ്ണതയുടെ തടിയായ എൻ്റെ വല്യാപ്പാൻ്റെ വൽപ്പത്തരാണ് എൻ്റെ വൽപ്പത്തരം. എൻ്റെ വല്യാപ്പ മുഹമ്മദാണ്. വജദ്ദി മുഹമ്മദുൻ ഐനുൽ കമാലി. ഐനുൽ കമാലാണ്, പൂർണ്ണതയുടെ ഐനാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. റബീഉൽ മുഹമ്മദിയ എന്ന ഒരു പ്രഭാഷണം ഞാൻ ഈ റബീഉൽ അവ്വൽ പറയാമെന്ന് പറഞ്ഞിരുന്നു. അതിൻ്റെ ഒരു ഭാഗമാണ് ഈ അവസാനത്തെ റബീഉൽ അവ്വലിലെ അവസാനത്തെ വെള്ളിയാഴ്ചയിൽ നടത്തുന്നത്. എന്തുകൊണ്ട്? ഇത് അള്ളാഹുവിൻ്റെ ഖലീഫയാണ് മുഹമ്മദ്. അപ്പോൾ ആ ആളെപ്പറ്റി പറയുന്നതെല്ലാം അള്ളാഹുവിൻ്റെ വൽപ്പത്തരമാണ്. ആ ആളെ മനസ്സിലാക്കുന്ന കാര്യത്തിൽ വലിയ ദുരന്തമായ അപകടം, വലിയ ദുരന്തം, വലിയ വിഡ്ഢിത്തരം മുസ്ലിം ലോകത്തിന് മുഴുവനും സംഭവിച്ചു പോയി. ആ ആളെ മനസ്സിലാക്കുന്ന കാര്യത്തിൽ, മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കുക. അതിൽ സുന്നികളും പെട്ടു. ആധുനിക സുന്നികൾ, 20-ാം നൂറ്റാണ്ടിലെ ഏറിയ കൂറും സുന്നികൾ, 21-ാം നൂറ്റാണ്ടിലെ 99% സുന്നികളും മുഹമ്മദിയത്തിനെ മനസ്സിലാക്കുന്നതിൽ വന്ന അപകടമാണ് അവരുടെ എല്ലാ ദുരന്തത്തിൻ്റെയും അടിസ്ഥാന കാരണം. ഇനി മുഹമ്മദിയത്തിൽ നിന്ന് ഒരു നബാത്ത് ഉണ്ടാവും. ആ നബാത്ത് മുസ്ലിം ലോകത്തെ നിഷ്പ്രയാസം രക്ഷപ്പെടുത്തും. ആ ആൾ മുഹമ്മദിയത്തിൻ്റെ നബാത്താണ്. അതിൽ നിന്നൊരു ചെടി മുളക്കും. മുഹമ്മദിയത്തിൽ നിന്ന് മുളച്ച ഒരു ചെടി ഇനി മുസ്ലിം ലോകത്തെ ആയുധമില്ലാതെ രക്ഷപ്പെടുത്തും. ലോകത്തെ ഏറ്റവും ആയുധക്കൂമ്പാരങ്ങൾ കൈവശം വെക്കുന്ന ഒരു രാജ്യത്തെ ഇന്ന് ഈ കഴിഞ്ഞ ആഴ്ച അവരുടെ ശത്രു രാജ്യം അടിച്ചു. ആയുധക്കൂമ്പാരം നോക്കിയാൽ ആ അറബ് രാജ്യത്തിൻ്റെ കയ്യിലുള്ള ആയുധത്തിൻ്റെ അത്ര അവരെ അടിച്ച ആ ശക്തിയുടെ കയ്യിലില്ല. അത്രയും ആയുധം അവർ വാങ്ങിക്കൂട്ടിയിട്ടുണ്ട്. എന്നാൽ അവർക്കൊരായുധം ഇല്ലാതെ പോയി, അത് മുഹമ്മദ്. ആ ആയുധമില്ലാതെ പോയതിൽ നമ്മൾ ഉറക്കെ അഭിമാനിക്കേണ്ട. സുന്നികൾ എന്ന് പറയുന്ന നമ്മൾക്കും അത് നഷ്ടപ്പെട്ടു പോയി. എല്ലാവർക്കും നഷ്ടപ്പെട്ടു പോയി. സാധാരണക്കാരായ ജനങ്ങളുടെ കയ്യിൽ ഒരുപക്ഷെ ഉണ്ടായിരിക്കാം, പക്ഷെ അതുകൊണ്ട് കാര്യമില്ല. രാജാക്കന്മാർ ചരിത്രം സൃഷ്ടിക്കുന്നു എന്ന് പറഞ്ഞാണ് ലിയോ ടോൾസ്റ്റോയ് തൻ്റെ വാർ ആൻഡ് പീസ് എന്ന ഗ്രന്ഥം ആരംഭിക്കുന്നത്. എപ്പോഴും രാജാക്കന്മാർക്ക് ചരിത്രം എഴുതാനും തിരുത്താനും കഴിയും, സാധാരണക്കാർക്ക് കഴിയില്ല. സാധാരണക്കാർ എന്ന് പറയുന്നത് എപ്പോഴും നേതാക്കളുടെ നിഴലുകൾ മാത്രമാണ്. പിഴച്ചു പോയത് നേതാക്കൾക്കാണ്. അവർക്ക് മുഹമ്മദ് എന്ന ആളെ മനസ്സിലാക്കാൻ പിഴച്ചു. മുഹമ്മദ് എന്ന ആൾ വഫാത്തായതിനു ശേഷം നടന്ന ഏറ്റവും ഭയാനകമായ സംഭവം മുഹമ്മദ് എന്ന ആൾ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായതിനു ശേഷം മുസ്ലിം ലോകം അഭിമുഖീകരിച്ച ഏറ്റവും ഭയാനകമായ സംഭവം എന്ന് പറയുന്നത് അത് സത്യത്തിൽ യമാമ യുദ്ധമാണ്. ആ യമാമ യുദ്ധത്തിൽ ഇന്നത്തെ റിയാദിലാണ് ആ സംഭവം നടക്കുന്നത്. അന്ന് അവരുടെ ഷിആർ എന്തായിരുന്നു? വകാന ഷിആറുഹും യൗമഇദിൻ വാ മുഹമ്മദ എന്ന് എഴുതാത്ത ചരിത്ര രേഖകൾ ഇല്ല. അന്ന് മുസ്ലിങ്ങൾ സിദ്ദീഖുൽ അക്ബർ പറഞ്ഞയച്ച സംഘം, അതിൻ്റെ നേതാവ് സയ്യിദുനാ ഖാലിദ റളിയല്ലാഹു. ആ ഖാലിദ് അടക്കമുള്ള റളിയല്ലാഹു അൻഹു എല്ലാവരും വളരെ ഇൻ്റലിജൻ്റായി ശ്രദ്ധിച്ചിരിക്കണം. ഈ മജ്‌ലിസിൽ കയറിയിരിക്കും, അതുപോലെ ശ്രദ്ധിച്ചിരിക്കണം. ഇതിൽ കുരുത്തക്കേട് സംഭവിച്ചാൽ കുരുത്തക്കേട് സംഭവിക്കും. ഇതിൽ ഈ കാണുന്ന ആളുകളൊന്നുമല്ല, ഇതിനപ്പുറം ലക്ഷോപലക്ഷം ആളുകൾ ഇവിടെ കാണാത്തവരുണ്ടായിരിക്കും. ഇത് കാണുന്നതല്ല, ഇത് കാണുന്നതാണെന്ന് വിശ്വസിച്ചവൻ വിഡ്ഢിയാണ്. ഇത് കാണുന്ന സദസ്സല്ല, കാണാത്തൊരു സദസ്സുണ്ട് ഇതിൽ. അവർ ലോകം കണ്ട ആരിഫ്യങ്ങളായ മാത്തുക്കളാണ്. അവർ വെള്ളിയാഴ്ച രാവിലെ പതിവായി ഇവിടെ വരുന്നതാണ്. അവർ നിങ്ങളെ ഏറ്റവും വലം ഉണ്ടാവും. അതുകൊണ്ട് ശ്രദ്ധിക്കാതെ ഇരിക്കരുത്, കുരുത്തക്കേട് സംഭവിക്കും.
വളരെ ചിന്തിക്കണം. ഇത് അന്തമുള്ളവർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ്, അഹങ്കാരം പറയാമെന്ന് വിചാരിക്കരുത്. അപ്പോൾ വളരെ നമ്മൾ ചിന്തിക്കണം എന്താണ് സംഭവിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അക്ബരിയത്തിനെ നമ്മൾ നഷ്ടപ്പെടുത്തി. അള്ളാഹിൻ്റെ വലിപ്പത്തരം, അവൻ അക്ബറാണെന്ന് നമ്മൾ പറഞ്ഞു, പക്ഷെ ഉള്ളിൽ നമ്മൾ വിശ്വസിച്ചില്ല. എന്തുകൊണ്ട് വിശ്വസിച്ചില്ല? അള്ളാഹുവിൻ്റെ അക്ബരിയത്തിന് ഒരു മൽഹർ ഇവിടെ വന്നിട്ടുണ്ട്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ 4 വട്ടം പറയും തുടക്കത്തിൽ, പിന്നെ ഒടുക്കത്തിൽ 2 വട്ടം, പിന്നെ അങ്ങനെ തന്നെ ഇഖാമത്തിനും. ചിന്തിക്കും. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ 4 വട്ടം പറയും. പിന്നെ ബാങ്ക് അവസാനിക്കുമ്പോൾ വീണ്ടും കലിമത്തിന്റെ മുന്നിൽ വീണ്ടും പറയും അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്. അപ്പോൾ ബാങ്കിൽ 6 വട്ടം പറയും, ഇഖാമത്തിൽ 4 വട്ടം പറയും. അപ്പോൾ തിൽക അശറത്തുൻ കാമില 10 വട്ടം പറയും. അള്ളാഹുവിൻ്റെ അക്ബരിയത്ത്. പക്ഷെ ആ അക്ബരിയത്തിനൊരു മൽഹർ ഇവിടെ വന്നിട്ടുണ്ട്. അത് വെളിവായ ഒരു മണ്ഡലം. അത് മനസ്സിലാക്കുന്നിടത്ത് ദുരന്തം സംഭവിച്ചു മുസ്ലിമീങ്ങൾക്ക്. പണ്ട് മുസ്ലിങ്ങൾ അങ്ങനെയല്ല. പണ്ട് മുസ്ലിമീങ്ങൾക്ക് അതുണ്ട്. അതുകൊണ്ട് ഒരു ശക്തിക്കും അവർ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. ഒന്നും ചെയ്യാൻ കഴിഞ്ഞേയില്ല. ചിന്തിക്കും. ഇവിടെ കുട്ടിച്ചോറാക്കി ഇവിടുത്തെ മുതൽ കട്ടുകൊണ്ടുപോകാൻ വേണ്ടി വന്നത് ലോകത്തെ ഏറ്റവും വലിയ പാരഡൈസാണ് അന്ന് മലബാർ. ആ മലബാറിൽ സന്തോഷത്തോടെയും സമാധാനം ഒരു ദിവസം ജീവിക്കാൻ പോർച്ചുഗീസുകാർക്ക് കഴിഞ്ഞില്ല. അതേ അവർ ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയതിനു ശേഷവും ഗോവ ഭരിച്ചു. എന്തുകൊണ്ട്? എന്താ കാരണം? ഇവിടെ അവർക്ക് കഴിഞ്ഞില്ല. എന്തുകൊണ്ട്? ഇവിടെ മുഹമ്മദിയത്തുള്ള ആൺകുട്ടികളുണ്ടായിരുന്നു. ചില്ലറക്കാലം കൊണ്ട് അവർ പറഞ്ഞുപോയി. അവരെത്ര അക്രമികളും തമ്മാടികളും മനുഷ്യ ചരിത്രത്തിലുണ്ടാവില്ല. ഒരു നൂറ്റാണ്ട് പിടിച്ചെടുക്കാൻ അവർ കഴിഞ്ഞില്ല. പറഞ്ഞുപോയി അവര്. എന്തുകൊണ്ട്? ഇവിടെ മുഹമ്മദിയത്തുള്ള ആൺകുട്ടികൾ. അതേ അവർ 4 നൂറ്റാണ്ടിലേറെ ഗോവ ഭരിച്ചു. അവസാനം നെഹ്റു യുദ്ധം പ്രഖ്യാപിക്കേണ്ടി വന്നു. നെഹ്റു യുദ്ധം പ്രഖ്യാപിച്ചു പോർച്ചുഗീസിനോട്. ഗോവ വിട്ടുകൊടുക്കാത്ത എന്തിനു ശേഷം? 947 ശേഷം. ചരിത്രം പഠിക്കും. വീട്ടിയായി നടക്കല്. തലയിൽ ഒരു തിരിക വെച്ച് കെട്ടി നടന്നാൽ പോലെ അന്തം വേണം മനുഷ്യൻ. എന്താണ് മലബാറിൻ്റെ പ്രത്യേകത? മലബാറിൻ്റെ പ്രത്യേകത മുഹമ്മദിയത്താണ്. ഇന്നലെ വരെ. ഇന്നത് നഷ്ടപ്പെട്ടു. ഇന്നത് മലബാറിൽ ഇല്ല. സാധാരണക്കാരായ നിങ്ങളുടെ കയ്യിൽ പണ്ടുള്ള സാധാരണക്കാരൻ്റെ ഒരു 10% ഉണ്ടായിരിക്കാം. പക്ഷെ അതുകൊണ്ട് കാര്യമല്ല. തലയെ കെട്ടിയും തൊപ്പിട്ടും നടക്കുന്നവരുടെ കയ്യിൽ 1% എന്ത് മുഹമ്മദിയത്ത് എന്നാൽ എന്താണോ? അത് അക്ബരിയത്തിൻ്റെ മൽഹറാണ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ പറഞ്ഞാൽ പോരല്ലോ, പറഞ്ഞാൽ മതി. അല്ലാഹു അക്ബർ പറഞ്ഞാൽ മതി. എനിക്ക് 100 ആളെ കൊല്ലാൻ കഴിയുമെന്ന് പറഞ്ഞ ഒരാൾ എന്നും വിളിച്ചത് 100 ആളെ കൊല്ലാൻ കഴിയും, 100 ആളെ കൊല്ലാൻ കഴിയും, 100 ആളെ തള്ളിയിടാൻ കഴിയും, 100 ആളെ അടിച്ചള്ളിയിടാൻ കഴിയും. അപ്പോൾ ഒരാൾ ചോദിക്കുമല്ലോ, എന്നിട്ട് എവിടെ? അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞാൽ മതി. ഈ ദുനിയാവാണോ അള്ളാഹുവിൻ്റെ അക്ബരിയത്തിന് മൽഹർ? വിഡ്ഢിയായ തലയെക്കെട്ടുകാര. അതെങ്ങനെയാടാ ഈ ദുനിയാവ് അള്ളാഹുവിൻ്റെ അക്ബരിയത്തിന് മൽഹറാകുക? എന്തുകൊണ്ട്? ഖലീൽ എങ്ങനെ അക്ബരിയത്തിന് മൽഹറാവുക? ഈ ആകാശവും ഭൂമിയും അടക്കുന്ന പ്രപഞ്ചം അള്ളാഹുവിൻ്റെ അക്ബരിയത്തിന് മൽഹറല്ല. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലാക്കുക. അള്ളാഹുവിൻ്റെ തില്ലിലാകാം, അക്ബരിയത്തിന് മൽഹറല്ല. ഫിംഗർ പ്രിന്റ് കിട്ടിയാലും കള്ളൻ വന്നിട്ടുണ്ട് എന്നതിന് തെളിവാകും. പക്ഷെ അത് കള്ളനല്ല. കള്ളൻ വന്നിട്ടുണ്ട് എന്നതിനടയാൻ വാതിൽ പിടിച്ച ഒരു ഫിംഗർ പ്രിന്റാണ്. അതൊക്കെ ഈ പ്രപഞ്ചമാകെ ഖലീലായ ഈ പ്രപഞ്ചം ഇത് ഖലീലാണ്. ഈ ദുനിയാവിലെല്ലാം കൂടി കൂട്ടിയാലും അള്ളാന്റെ അടുക്കൽ അത് ഖലീലാണ്. പിന്നെ അങ്ങനെ അവന്റെ അക്ബരിയത്തിന് മൽഹറാവുക? തല കൊടുത്ത് ചിന്തിക്കണം. ഇതിന്റെ അഹങ്കാരല്ല, എൻ്റെ റബ്ബ് എനിക്ക് തന്ന തൗഫീഖാണ്. അതിനൊരാളും അസൂയ വിചാരിച്ചിട്ട് കാര്യമില്ല.
നിങ്ങൾ പൊളിഞ്ഞടിയോടും. എൻ്റെ റബ്ബിൻ്റെ വലിപ്പത്തിലാണ് ഞാൻ ഈ പറയുന്നത്. എടാ, അള്ളാഹു ഉണ്ട് എന്നതിന് തെളിവാണ് ആകാശവും ഭൂമിയും. അള്ളാഹിൻ്റെ അക്ബരിയത്തിന് തെളിവല്ല. അക്ബരിയത്തിന് തെളിവെന്താ? കുറെ കാലാലും വിളിച്ചു പറയുന്നത് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ തെളിവോടെ? അല്ലാഹുവിന്റെ അക്ബരിയത്തിന് ഒരു മൽഹറാണ്, അത് മുഹമ്മദ്. ഉറപ്പ് പിന്നല്ലേ. ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് അലൻ നബി സ്വല്ലല്ലാഹു ഇലാഹ ഇല്ലല്ലാഹ്. ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് അസൂയ വെച്ച് നടന്നോളണ ആർക്കടങ്ങളെ വില. ഈ ലോമത്തിൻ്റെ കതിർ റഹ്മത്തുള്ള മേലെ വന്നിരുന്ന ഒരുത്തനും വില വെക്കൂല. നിങ്ങൾ പറയേ, ഇത് ഈ ഭൂലോകത്തിൻ്റെ മുകളിൽ എൻ്റെ മാത്രം പ്രസംഗമാണ്. അതെൻ്റെ റബ്ബിൻ്റെ ഉൽപ്പത്തരാണ്. ഞാൻ എൻ്റെ റബ്ബിന് വിറ്റതാണ് എൻ്റെ നാവും. അതുകൊണ്ടാണ് എനിക്ക് പറയാൻ കഴിഞ്ഞത്. എടാ, ഈ എന്നെങ്കിലും കേട്ടോ ഇങ്ങനെ ഒരു വയറ് ഇതിൻ്റെ റബ്ബാണ് ഈ പറയുന്നത്. അല്ലാഹുവിൻ്റെ ദലീലാണ് ഇതൊക്കെ. അവൻ്റെ അക്ബറിയത്തിൻ്റെ ദലീലല്ല. അവന്റെ അക്ബറിയത്തിന്റെ ദലീൽ ആകാശമല്ല. ഇതോട് ആകാശം കലീലല്ലേ അല്ലേ? ഏതാ സുഹൃത്ത്? സിനാനെവിടെ? സിനാനെവിടെ? അടുത്ത ആൾ എടുക്കി. എവിടെ? ഏതാണ് ആയത്ത്? ഏതാണ് സുഹൃത്ത്? ഖുൽ മതാഉ ദുനിയാ ഖലീൽ. ഏതാ സുഹൃത്ത്? നോക്ക്. ഖുൽ മതാഉ ദുനിയാ ഖലീൽ ഖുൽ മതാഉ ദുനിയാ ഖലീൽ വൽ ആഖിറതു ഖൈറുൻ ലിമൻ ഇത്തഖാ. എത്ര ആയത്ത് മാത്രം പറഞ്ഞാൽ മതി. എഴുത്തി ഓടിയിരുന്നു മോനെ, നല്ല കുട്ടി. അള്ളാഹു തആല അവർക്കൊക്കെ അള്ളാഹു തആല നാഫിഅ ഇൽമിനൊക്കെ ആ ഖുർആൻ താരിഖ് കയറിയവർക്ക് മാത്രമേ അങ്ങനെ എടുത്തു തരാൻ കഴിയുള്ളൂ. അള്ളാഹു തആല അവർക്കൊക്കെ ദീർഘായുസ്സാഫിയ അള്ളാഹിനെ പൊരിച്ചോ. ആ ദീനിനെ വെക്കാത്ത പാണ്ഡിത്യവും അള്ളാഹു അവർക്ക് കൊടുക്കട്ടെ. ദീനിനെ വെക്കരുത്, ദീനിനെ ഒരാളും വെക്കരുത്. എന്തിനാടാ ഈ ദീനിനെ വെക്കണം? ഖുൽ മതാഉ ദുനിയാ ഖലീൽ. ഈ ഖലീലിന് വേണ്ടി തന്നെ ദീനി വെക്കണം. വളരെ ചിന്തിക്ക്. ആകാശം അള്ളാണ്ടും തെളിവാം, അള്ളാഹിൻ്റെ അക്ബരിയത്തിന് തെളിവല്ല. അത് മതാ ഖലീലല്ലേ. ഭൂമി, ഈ ഭൂമി ആകെ ഭൂമി ഓരുണ്ടാപ്പോൾ എൻ കയ്യിലെന്നോ. മുഹമ്മദിയത്ത് ഉള്ളിലുള്ള ഒരാൾ പറഞ്ഞതാ, എനിക്കിതൊരു ഷോർട്ട് പുട്ടിൻ്റെ ഉണ്ടെൻ്റെ അത്രയേ ഉള്ളൂ. അങ്ങനെ പറയാൻ കഴിയുമെന്ന്. അതിന് എനക്കെന്താ ഭൂമിയും തിരിഞ്ഞിട്ടില്ല. അതുകൊണ്ട് എനിക്ക് സംശയം വരുന്നത്. എന്നൊക്കെ ലീസ്റ്റിന് ഞാൻ എന്ന് പെട്ടി കഴിയും. ഞാൻ മനസ്സിലാക്കുന്ന ഇസ്ലാമിൻ്റെ ലിസ്റ്റിൽ ഒന്നുമില്ല. കാരണം മുഹമ്മദിയത്തിൻ്റെ അക്ബരിയത്തിന് മനസ്സിലാക്കാത്തവൻ ഇസ്ലാമിലുണ്ടാവില്ല. ഞാൻ മനസ്സിലാക്കിയ ഇസ്ലാമിലുണ്ടാവില്ല. അള്ളാഹു നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. അത്രയേ ഉള്ളൂ. ഭൂമി ഓരുണ്ടാപ്പോൾ എൻ കയ്യിലെന്നോർ. ഭൂമി ആരൊക്കെയും ഒരു ചുമടെന്നോർ. എനിക്കൊരു ചുവട് വെക്കാൻ മാത്രമേ ഭൂമിയുള്ളൂ എന്ന് അബ്ദുൽ ഖാദിർ പറഞ്ഞിട്ടുണ്ട്. അബ്ദുൽ ഖാദിർ അത്രയേ ഉള്ളൂ. വഅബ്ദുൽ ഖാദിർ മശ്ഹൂർ ഇസ്മി വജത്തി മുഹമ്മദുൻ ഐനുൽ കമാലി. ഇത് ബഹുമാനപ്പെട്ടവരുടെ മക്ബറയുടെ മരപ്പടിമ എഴുതിയിട്ടുണ്ട്. ഞാനത് പലവട്ടം കണ്ടതാണ്. ഞാൻ ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനിയുടെ മക്ബറയിൽ പലപ്പോഴും പോയിട്ടുണ്ട്. ഈ കഴിഞ്ഞ 2024 പോയിട്ടുണ്ട്. മക്ബറിൻ്റെ മുകളിൽ ഇങ്ങനെ മരപ്പടിൻ്റെ ചെറിയൊരു മരപ്പടി അത് കിടക്കണം. അവിടെ ഒരു ബ്രൗൺ പെയിന്റിൽ ഒരു വൈറ്റിൽ ഇങ്ങനെ എഴുതിച്ചിട്ടുണ്ട്. അതിൻ്റെ കണ്ണിൽ എപ്പോഴും കാണുക. അബ്ദുൽ ഖാദിർ മശ്ഹൂർ ഇസ്മി വജദി മുഹമ്മദുൻ ഐനുൽ കമാലി. അബ്ദുൽ ഖാദിർ എന്ന് നിങ്ങൾ പ്രസിദ്ധപ്പെടുത്തിയ വ്യക്തി ഞാൻ തന്നെയാണ്. പക്ഷെ എൻ്റെ വലിപ്പത്തരം എൻ്റേതല്ല. ഐനുൽ കമാലായ പൂർണ്ണതയുടെ തടിയായ എൻ്റെ വല്യാപ്പാൻ്റെ വലിപ്പത്തരാണ് എൻ്റെ വലിപ്പത്തരം. എൻ്റെ വല്യാപ്പ മുഹമ്മദാണ്. വജദി മുഹമ്മദുൻ ഐനുൽ കമാലി. ഐനുൽ കമാലാണ്, പൂർണ്ണതയുടെ ഐനാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ആളെ അക്ബറിന് തെളിയിലാവുള്ളൂ. ആകാശത്തിലാവും മനുഷ്യ. അള്ളാഹു ഉണ്ട് എന്നതിന് ആകാശ തെളിവാ, അർശ് തെളിവാ, കുർസി തെളിവാ,
ഒക്കെ തെളിവാ. അള്ളാഹുവിന്റെ അക്ബരിയത്തിന് തെളിവല്ല. എന്തുകൊണ്ട്? അതൊക്കെ അള്ളാഹ്ക്ക് നിസ്സാര. അതുകൊണ്ടാണ് ഇബ്നു ഹജറിനെ പോലത്തെ പറഞ്ഞത്, എന്ത് പറഞ്ഞത്, എന്ത് അലാ റഅസി ഹാദൽ കൗനി നഅലു മുഹമ്മദ്. ഒരു ചെരുപ്പ് എടുത്തോണ്ട് ഒരു കൂട്ടം ചെരുപ്പ് കൊണ്ടിടോ, ഏതെങ്കിലും ചെരുപ്പ് എടുക്കടോ. ഇബ്നു ഹജറിനെ പോലത്തെ റഹ്മഹുല്ലാഹ് മഹാന്മാർ പറഞ്ഞതാണ്, എന്ത് അലാ റഅസി ഹാദൽ കൗനി നഅലു മുഹമ്മദ്, അലാ റഅസി ഹാദൽ കൗനി നഅലു മുഹമ്മദ്. ഈ പ്രപഞ്ചമാകെ ഈ കൗന്, അർശും കുർസിയും കിടങ്ങുന്ന ഈ കൗനിന്റെ മേൽ മുഹമ്മദിന്റെ ചെരുപ്പൊക്കെ മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് സ്വാലിഹ്യങ്ങൾ അവരുടെ തലക്ക് മുകളിൽ ആ ചെരുപ്പിന്റെ മിസാൽ വെച്ച് നടക്കുന്നത്. ഈ ലോകമാകെ അർശും കുർസിയും അടക്കമുള്ള എല്ലാമാകെ മുഹമ്മദിന്റെ ചെരുപ്പ് വെക്കാനേ ഉള്ളൂ. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലാ റഅസി ഹാദൽ കൗനി നഅലു മുഹമ്മദ്. അപ്പോ ഇതൊന്നും അല്ലാഹുവിന്റെ അക്ബറിന് തെളിവല്ല, അർശ് പോലും. പിന്നെ അല്ലാഹുവിന്റെ എന്തുകൊണ്ട് അത് അഷ്റഫുൽ ഖൽഖല്ലല്ലോ. അള്ളാഹിന്റെ അക്ബരിയത്ത് ഇതിന് തെളിവെന്താ? ഖുർആനിലെ തെളിവ് പറയുന്ന ഇജ്ജ് പറ, ജാനാണെങ്കിൽ പറയടാ അള്ളാഹു വലിയവനാണ് തെളിവ് പറയാൻ. ദുനിയാവ് എങ്ങനെ തെളിവാകുക? ദുനിയാവ് നിസ്സാരാണല്ലോ പറഞ്ഞല്ലേ, പിന്നെ എങ്ങനെ അള്ളാഹു വലിയവനാണ് തെളിവാകുക? ഞാൻ 1000 ആളെ ഒറ്റയടിക്ക് തള്ളിയിട്ടോനാന്ന് പറഞ്ഞാൽ എങ്ങനെയാടാ തെളിവാകുക? ഒരുത്തിന്റെ ചെപ്പക്കുറ്റിക്ക് ഒരിക്കൽ ചെന്ന് തോണ്ടി എന്നുള്ളത് തെളിവാകും? അന്തല്ലാത്തവനെ ഇടക്കിടക്ക് തരകിടൊന്ന് പൊന്തിച്ചലടാ, കാറ്റിടന്നോട്ടെ. തല കൊടുത്ത് ചിന്തിക്കെന്താ ഈ പറഞ്ഞു ഒക്കെ എല്ലാവരും കൂടി നടക്കുക, എങ്ങനെയാ വഹാബിയൊക്കെ ആളുണ്ടാക്കുകയാണ്. അതപ്പോൾ പണി. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അവിടെ നിങ്ങൾക്കൊന്നും ഈ ക്ലാസ്സിൽ പരിപാടിയില്ല. ഇത് സുന്നികൾക്കുള്ള ക്ലാസ്സാണ്, ഇത് മുഅ്മിനീങ്ങൾക്കുള്ള ക്ലാസ്സാണ്. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. ഞാൻ തമാശ പറയല്ല. എങ്ങനെയുടെ കുട്ടി ഇതൊക്കെ ഈ കാണുന്നൊക്കെ ഈ നിസ്സാരപ്പെട്ട സാധനങ്ങൾ അള്ളാഹുവിന്റെ അക്ബരിയത്തിന് തെളിവാകുക? അള്ളാഹുവിന്റെ അക്ബരിയത്തിന് ഒറ്റ തെളിവുള്ളൂ, അത് മുഹമ്മദാണ്. ഏതോട് മുഹമ്മദ് അല്ലാത്ത ഒരാൾ അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞുതരാം. ഏറ്റവും മാനാണ് അള്ളാഹു, അല്ലേ? അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ലാ തഅഖുദുഹു സിനത്തുൻ വലാ നൗം ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ് മൻ ദല്ലദീ യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇذനിഹി യഅലമു മാ ബൈന അയ്ദീഹിം വമാ ഖൽഫഹും വലാ യുഹീതൂന ബിശൈഇൻ മിൻ ഇൽമിഹി ഇല്ലാ ബിമാ ശാഅ വസിഅ കുർസിയുഹു السماوات والأرض ولا يؤوده حفظهما وهو العلي العظيم. അല്ലാഹു ആരാണ്? അലീമാണ്. അപ്പോൾ അളമത്തുള്ളവനെ അവന്റെ അളമത്തിനും അളമത്തുള്ള ഒരാളെ ഒരു വസ്തു മാത്രമേ അള്ളാഹുവിന്റെ അളമത്തിനും കിബ്രിയത്തിനും തെളിവാകാൻ പാടുള്ളൂ. ദുനിയാവ് പറ്റൂല. ഇതുകൊണ്ട് കുൽ മതാഉ ദുനിയ ഖലീൽ, ഇത് ഖലീല. എത്ര സ്ഥലത്താ പറഞ്ഞത്, എത്ര സ്ഥലത്ത്. ഇനിയിപ്പോൾ ഞങ്ങൾ നിസ്കാരം ഇത് കഴിഞ്ഞ് ഞങ്ങൾ ജുമഅക്ക് ജുമഅയിൽ സാധാരണ ഓതുന്ന സുഹൃത്താണല്ലോ സബ്ബിസ്മ. എന്താ സബ്ബിസ്മയുടെ അവസാനം പറഞ്ഞത്? ബൽ തുസിറൂനൽ, ഈ കാണപ്പെടുന്ന പ്രപഞ്ചത്തെ നിങ്ങൾ തിരഞ്ഞെടുക്കും. വൽ ആഖിറത്തു ഖൈറുൻ, ഇതൊന്നുമല്ല, അത് ഖൈറേ അല്ല. ലൗ കാനത്തി ദുനിയ ഇൻദല്ലാഹി റാഹി ജനാഹ ബഹുല്ലാ, ഇതിനൊരു കൊതുകിൻ്റെ ചിറകിൻ്റെ വിലല്ല. ഹദീസ് ആയത്ത് എന്ത്? ബൽ തുസിറൂനൽ ഹയാത്ത ദുനിയ, എന്തിനേ ദുനിയാവ്, അതല്ലേ വലിയത്. ഇതെന്താ? കല്ലാ ഇദാ ദുഃഖത്തിൽ അർദക്കണ്ട് പിടിച്ച് തൂളിയാക്കും. ആകാശത്തിന് അള്ളാഹു പൊട്ടിച്ച് തരും. ഇദസ്സമാഉൻ ഷഖത്ത്, പൊട്ടിച്ച് തകർക്കും. പിന്നെ ഇതെങ്ങനെ അളമത്താകുക? അലീം എന്ന് പറയാവുന്ന ഒരാളെ അവന്റെ അളമത്തിനും കിബ്രിയത്തിനും തെളിവാകാൻ പാടുള്ളൂ. അതൊരാളേ ഉള്ളൂ, മുഹമ്മദ്. എന്തേ? വഇന്നക ലഅലാ ഖുലുഖൻ അളീം അളീം വഹുവൽ അലിയുൽ അളീം വഇന്നക ലഅലാ ഖുലുഖൻ അളീം വഇന്നക ലഅലാ ഖുലുഖൻ അളീം. കലമായിരിക്കും. കലമിൽ എത്രാമത്തായതാ നോക്കുക, തുടക്കണ്ടാവും. ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് അലീം അലീം. ഖലീൽ ദുനിയാവ് ഖലീൽ, ആകാശം ഖലീൽ, എല്ലാം ഖലീൽ.
ഖലീലല്ലാത്ത ഒരാളെ ഒന്നേ ഉള്ളൂ, അത് അസീമാണ്, അത് മുഹമ്മദാണ്. ഖലീലാണ്. അപ്പൊ അക്ബരിയത്തിന് തെളിവാണ്, അക്ബരിയത്തിന് ഒരു തെളിവേ ഉള്ളൂ, അത് മുഹമ്മദാണ്. അപ്പൊ മുഹമ്മദ് എന്ന ആളാ അള്ളാന്റെ പരിപ്പരത്തരത്തിന്റെ മലഹറാണ്, അത് അവന്റെ റാത്ത് സിഫാത്താണ്. അവന്റെ റാത്ത് സിഫാത്തിന്റെ മലഹർ മുഹമ്മദാണ്. അതിന് എന്നും ആകാശം പോലും അള്ളാഹു തആലയുടെ റാത്ത് സിഫാത്തിന്റെ മലഹറാവൂല. അതൊക്കെ പൊടിച്ച് തരി പൊടിയാക്കും. അതെങ്ങനെ അള്ളാഹുവിന്റെ അളമത്തിനും കിബിരിയത്തിനും മലഹറാവുക? ഒരൊറ്റ മലഹറേ ഉള്ളൂ, അത് മുഹമ്മദാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇല്ല وإنك لعلى خلق عظيم وإنك لعلى خلق عظيم. അല്ലാഹു സുബ്ഹാനഹു വ തആല അലീം എന്ന് പറഞ്ഞ ഒരാളേ ഉള്ളൂ, അത് മുഹമ്മദാണ്. അത് മുഹമ്മദാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സനാഇ മദ്ഹിന്റെ മലഹറിൽ അല്ലാഹു അലീം എന്ന് പറഞ്ഞാൽ മുഹമ്മദാണ്. പറ മുഹമ്മദ് 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 മുഹമ്മദ്. വേറാളില്ല. ഈ അള്ളാഹുവിൻ്റെ നിങ്ങൾ ഇനി കണ്ണൂരിട്ട് തന്നെ നോക്ക്. നീ രണ്ടാമത്തെ തെളിവ് പറയാം. എനിക്ക് ഈ ആൾ അള്ളാഹുവിൻ്റെ പകരക്കാരനാണ്. അള്ളാഹു ആണോ? അല്ല, പക്ഷെ പകരക്കാരനാണ്. അള്ളാഹുവിൻ്റെ പകരക്കാരനെ അക്ബറാവുള്ളൂ. ഇത് അക്ബറായ ആളുമാണ്, അള്ളാഹുവിൻ്റെ പകരക്കാരനാണ്. ഞാൻ ചില തെളിവുകൾ പറയാം, അന്തുണ്ടെങ്കിൽ മനസ്സിലാക്കാം. ഒന്ന്, ഇന്നല്ലദീന യുബായിഊനക ഇന്നമാ യുബായിഊനല്ലാഹ്. ഇന്നല്ലദീന യുബായിഊനക ഇന്നമാ യുബായിഊനല്ലാഹ്. നബിയെ, അങ്ങേക്ക് കരാറിന് വേണ്ടി കൈ തന്നവർ, ഇന്നമാ യുബായിഊനല്ലാഹ്, അവർ കൈ കൊടുത്തത് അല്ലാഹുവിനാണ്. അപ്പോൾ താങ്കളുടെ കൈ അള്ളാഹുവിൻ്റെ കൈയാണ്. ഈ ആയത്ത് ഇങ്ങനെ പറഞ്ഞൂടെ? ഈ ആയത്ത് ഇങ്ങനെ പറഞ്ഞൂടെ? തശ്ബീഹാക്കിയിട്ട് ഇന്നല്ലദീന യുബായിഊനക കഅന്നമാ യുബായിഊനല്ലാഹ്. ഈ ആയത്തൊന്നും മറിക്കുക, ഒരു കാഫോടെ കൂട്ടുക, കൊലമാറി. ഇപ്പം എന്താ അർത്ഥം? ഇന്നല്ലദീന യുബായിഊനക, അങ്ങേക്ക് കൈ തന്ന ആളുകൾക്ക് കഅന്നമാ യുബായിഊനല്ലാഹ്, അവർ അള്ളാഹുവിന് കൈ കൊടുത്തതുപോലെയാണ്. എൻ്റെ ഒരു കാഫ് ധൃതിയിൽ ഇറക്കിയപ്പോൾ അള്ളാഹ്ക്ക് വിട്ടുപോയി. പെട്ടെന്ന് ധൃതിയിലാണ്ട് കൊടുത്തയച്ചു ജീവിതത്തിൽ എടുത്ത്. അപ്പം ഒരു കാഫ് കൊടുക്കാൻ അള്ളാഹു തആലക്ക് വിട്ടുപോയി. അങ്ങനെയാ പോട്ടാ. ഇന്നമാന്നവിടെ ഇന്നല്ലദീന യുബായിഊനക ഇന്നമ. ഞാൻ അവിടെ എന്ത് കൊടുത്താൽ മതി? കാഫ്. അപ്പം എന്തായി? കഅന്നമ. അപ്പം കറക്റ്റായി. ഓ, അപ്പം നിങ്ങൾ ആരല്ല, നിങ്ങളെ കൈ അന്തല്ല, അള്ളാഹിനെ കൈയൊന്നുമല്ല. എന്നാലും അള്ളാഹിന്റെ കൈ കൊടുത്തത് എന്നാ തന്നെ വലിയതാണ്. എന്നാ തന്നെ വലിയതാണ്. നീ അമിത്ഷയുടെ മുന്നിൽ ഇരുന്ന് ഒരു ചർച്ച നടത്തിയാൽ അത് അമിത്ഷയുടെ മുന്നിൽ ഇരുന്ന് ചർച്ച നടത്തിയാൽ പ്രധാനമന്ത്രിയുടെ മുന്നിൽ ചർച്ച നടത്തിയ പോലെ തന്നെയാണ്. എന്നാലും വലിയ കാര്യമാണ്. അങ്ങനെ പറയാം. രാഹുൽ ഗാന്ധിയുമായും എനിക്കിരിക്കുന്നത് സോണിയാഗാന്ധിയുമായി ഇരിക്കുന്നത് പോലെ തന്നെയാണ്. അങ്ങനെ പറയാം. രാഹുൽ ഗാന്ധി സോണിയാഗാന്ധി അല്ല, എന്നാലും അത് പോലെയാണ്. അങ്ങനെ പറയാം. മുഹമ്മദ് ബിൻ സൽമാൻ ഒരു മിനിറ്റ് നിനക്ക് ചോദിച്ചാൽ സൽമാൻ രാജാവ്, മുഹമ്മദ് ബിൻ സൽമാൻ രാജാവല്ല, മുഹമ്മദ് ബിൻ സൽമാൻ രാജാവിന്റെ മകനാണ്. പക്ഷെ മുഹമ്മദ് ബിൻ സൽമാന്റെ മുന്നിൽ ഒരു മിനിറ്റ് നീ ഇരിക്കുന്നത് രാജാവിന്റെ മുന്നിൽ ഇരിക്കുന്നത് പോലെ നടന വലിയ കാര്യമാണ്, വലിയ കാര്യമാണ്. എന്തേ അന്തങ്കമ്മേ, അള്ളാഹ്ക്കൊരു കാഫ് കിട്ടിയില്ലേ? ക്ലാസ് കഴിഞ്ഞ് തന്നെയാണ് അക്ബർ മുഹമ്മദാണ്. അതിൻ്റെ മേലല്ല. തന്ത്യം തറവാടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ വ്യാഖ്യാനത്തിന് മറുപടി പറയാം. തന്ത്യം തറവാടും അങ്ങാടി നിന്ന് വാങ്ങിയാൽ കിട്ടൂല. അത് ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ വരണം. ഒരു കാഫ് കൂട്ടിയ പോലെ. ഇന്നല്ലദീന കഅന്നമാ യസ്അദു ഫിസ്സമാ. കഅന്നമ പറഞ്ഞ എത്ര സ്ഥലമുണ്ട്?
ഇവിടെ എന്തേ ഇന്നമാ ഇന്നല്ലദീന യുബായിഊനക ഇന്നമാ യുബായിഊന. ശരി, ഈ ആയത്തിന് ഇബ്നു അജീബ തങ്ങൾ കൊടുക്കണം വ്യാഖ്യാനം പറയാം. എല്ലാവരും കൂടി മൂല്യമാർ എന്നെ വളയണ്ട, വളഞ്ഞോളി കുഴപ്പമൊന്നുമില്ല, ഞങ്ങൾ ദുനിയാവിലുള്ള ആകെ വളഞ്ഞാലും എനിക്ക് വിഷയം. അന്നഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിർആത്തുൽ ലിളുഹൂരി ദാതിഹി വസിഫാതിഹി. അല്ലാഹുവിന്റെ ദാത്തു സിഫാത്തിന്റെ മദ്ഹറാണ്. ഇന്നല്ലദീന യുബായിഊനക ഇന്നമാ യുബായിഊനല്ലാഹ് എന്ന ആയത്തിന് വ്യാഖ്യാനം പറയാണ് ഇബ്നു അജീബ തങ്ങൾ തന്റെ ബഹറുൽ മദീദ്. എന്താ അവർ പറയുന്നത്? അവർ പറയുന്നത് നിങ്ങൾ നോക്കൂ, അള്ളാഹുവിൻ്റെ ദാത്ത് സിഫാത്തിൻ്റെ മൽഹറിൻ്റെ കണ്ണാടിയാണ്, അതിൻ്റെ ലുഹൂറിൻ്റെ കണ്ണാടിയാണ് മുഹമ്മദ്. അള്ളാഹുവിനെ കാണുന്നുള്ളവർക്ക് എവിടെ നോക്കിയാൽ മതി? മുഹമ്മദിൽ നോക്കിയാൽ മതി. മിർആത്തുൻ, അത് കണ്ണാടിയാണ്. അള്ളാഹു ആണോ? അല്ല. പക്ഷെ അള്ളാഹുവിനെ കാണുന്നതിൻ്റെ കണ്ണാടിയാണ്. ഞങ്ങളോട് പറഞ്ഞല്ലോ, അമ്പിളിമാമനെ ഒരാൾ വെള്ളത്തിൽ കണ്ടു. വെള്ളം അമ്പിളിമാമനാണോ? അല്ല, അല്ല, അതൊരിക്കലും അല്ല. വെള്ളം അമ്പിളിമാമനല്ല. പക്ഷെ അമ്പിളിമാമനെ വെള്ളത്തിൽ നോക്കിയാലും ആരെ കാണും? അമ്പിളിമാമനെ കാണും. അതേ അമ്പിളിമാമനെ ഇവിടെ കാണും. അതിന് കണ്ണാണോ? കണ്ണാണോ? കണ്ണട വെച്ചിട്ട് ഒരാൾക്ക് കാണൂല. പിന്നെ വെറുതെ ജനങ്ങളെ മുന്നിൽ ആളാകാൻ വേണ്ടി കണ്ണു വെക്കാന്നേ ഉള്ളൂ. കാണൂല. ഒന് വെള്ളത്തിൽ നോക്കിയിട്ട് കാണൂല. എനിക്ക് കണ്ണു വേണം. മനസ്സിലായില്ലേ? ചിന്തിക്ക് 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 ചിന്തിക്ക്. എന്ത് പുണ്യ റസൂൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് ദാതിഹി വസിഫാതിഹി. അല്ലാഹു ഹാദിഹിൽ ആയ, ബഹുമാനപ്പെട്ട അബൂ താലിബിൽ മക്കി തങ്ങൾ വഖാല ഫിൽ ഖൂത്തി, അബൂ താലിബിൽ മക്കി തങ്ങൾ ഖൂത്തിൽ ഖുലൂബിൽ പറയുന്നുണ്ട്, ഹാദിഹി അംദഹു ആയത്തിൻ ഫി കിതാബില്ലാഹി അസ്സ വജല്ല, അല്ലാഹുവിന്റെ കിതാബിലെ ഏറ്റവും മദ്ഹുള്ള ആയത്ത് ഇതാണ്. ഏതായത്ത്? ഇന്നല്ലദീന യുബായിഊനക ഇന്നമാ. ഇതാണ് ഏറ്റവും മദ്ഹുള്ള ആയത്ത്. ഇതാണ് വഅബ്ലഗു ഫളീലത്തിൻ ഫീഹി ലിറസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ ഹബീബിന്റെ ശ്രേഷ്ഠതയാണ് ഏറ്റവും വലിയ ശ്രേഷ്ഠത എന്ന് വെളിവാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വചനമാണ് ഏത്? ഇന്നല്ലദീന യുബായിഊനക ഇന്നമാ യുബായിഊനല്ലാഹ് എന്ന ആയത്ത്. അല്ലാഹു തആല ജഅലഹു, നബിയെ ആക്കി, ബദലൻ അൻഹു, ബദലൻ അൻഹു, അല്ലാഹുവിനെ തൊട്ട് പകരക്കാരനാണ് ആര്? റസൂലുള്ളാഹ് എന്നാണ് ഈ ആയത്ത് പറയുന്നത്. പോലെയാണ് നല്ല. വലം യദ്ഖുൽ ഫീഹി കാഫത്ത് തശ്ബീഹി. ഈ ഇടതൊക്കെ വലം യദ്ഖുൽ ഫീഹി കാഫത്ത് തശ്ബീഹി, തശ്ബീഹിന്റെ കാഫിനെ, അതായത് അത് പോലെ എന്ന് പറയാനുള്ള ഒരു കാഫിനെ അല്ലാഹു ഈ ആയത്തിൽ കേറ്റിയില്ല. വലം യദ്ഖുൽ ഫീഹി, അല്ലാഹു കേറ്റിയില്ല. ഫീഹി റസൂലുള്ളാഹിന്റെ മദ്ഹിൽ അല്ലാഹു കേറ്റിയില്ല കാഫത്ത് തശ്ബീഹി, തശ്ബീഹിന്റെ കാഫിനെ. ഏതുപോലെ? ഇന്നമാ, ഒന്ന് പോ, ഒന്ന് വാന്റെ കൂടെ. ഇന്നമാ യുബായിഊനക പരം കന്നമാന്ന് കൂട്ടിയില്ല. ഒരു കന്നമ പറഞ്ഞില്ല, ഒരു കാപ്പ് കൂട്ടിയില്ല. എന്ത്? ഫയഖൂല കഅന്നമ. ഇന്നമ എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് എന്ത് പറയാമായിരുന്നു? കന്നമാന്ന് പറയാമായിരുന്നു. പക്ഷെ ചെയ്തില്ല. എന്തുകൊണ്ട്? അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അള്ളാഹുവിന്റെ പകരക്കാരനാണ്. ഇന്ന യദ റസൂലില്ല, ചെവി തുറന്നു നോക്ക്. ഇന്ന യദ റസൂലില്ല, അള്ളാഹുവിന്റെ റസൂലിന്റെ കൈ, അല്ലദീ, ഏത് കൈ? തഅലു, ആ കൈ ഉയരുന്നു. ഐദിയൽ മുബായിഈന, ബൈഅത്ത് ചെയ്യുന്നവരുടെ കൈയിന്റെ മുകളിൽ ആരെ കൈയുണ്ട്? റസൂലുള്ളാഹിയുടെ കൈയുണ്ട്. ഒരാളും കൂടി വരി, ഒരാളും കൂടി വരി, ഒരാളും വാ. മാമലിയാക്കന്നെ വരണം, തെറുച്ചുഞ്ചിരിന്ന് വരണം. നമ്മളെപ്പോലത്തെ പെങ്കൊന്തമാരോട് പറഞ്ഞ കാര്യമില്ല. ഓരോരുത്തരുടെ കൈയാണ്. ഈ കൈയിന്റെ മുകളിൽ ആരെ കൈ വെക്കാണ്? റസൂലുള്ളാഹിന്റെ കൈ വെക്കാം. ഇബ്നു അജീബ തങ്ങൾ പറയാണ്, അന്ന യദ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിയുടെ കൈ, അല്ലദീ, ഏതാണത്? മനസ്സിലായി? തഅലു ഐദിയൽ മുബായിഈന, ബൈഅത്ത് ചെയ്തവരുടെ കൈയിനോട്, കൈയിന്റെ മേലെയാണ്, മേലെ വരികയാണ്. ആരുടെ കൈ? റസൂലുള്ളാഹിന്റെ കൈ. അത് ഹിയ, ആ കൈ, യദുല്ലാഹ്, ആരുടെ കൈ തന്നെയാണ്. എന്തുകൊണ്ട്? യദുല്ലാഹി ഫൗഖ ഐദിഹിം, ഈ ബൈഅത്ത് ചെയ്തവരുടെ മുകളിൽ അള്ളാഹിന്റെ കൈയാണെന്ന് അള്ളാഹ് പറഞ്ഞു. സത്യത അവിടെ ആരെ കൈയാണ്? റസൂലുള്ളാഹിന്റെ കൈ. അപ്പൊ അള്ളാഹിന്റെ കൈയാണ് എന്ന് പറഞ്ഞു. ആരെ കൈ പോലെയാന്നല്ല പറഞ്ഞു, അള്ളാഹിന്റെ കൈയാണ് പറഞ്ഞു. യദുല്ലാഹി ഈ ആയത്തിലില്ലേ, ഇന്നല്ലദീന യുബായിഊനക ഇന്നമാ യുബായിഊനല്ലാഹ്. പിന്നെ യദുല്ലാഹി, അള്ളാഹുവിന്റെ കൈ, ഫൗഖ ഐദിഹിം, ബൈഅത്ത് ചെയ്യാൻ വേണ്ടി വന്നവരുടെ കൈയിന്റെ മേലെ ആരെ കൈയാണുള്ളത്? അള്ളാഹ്. സത്യത്തിൽ ആരെ കൈയാ? സല്ലല്ലാഹു കൈയാ. പക്ഷെ അള്ളാഹ് പറഞ്ഞ എന്താ? അള്ളാഹുടെ കൈയാണത്. അപ്പൊ റസൂലുള്ളാഹിന്റെ കൈ ആരെ കൈയാണ്? അപ്പൊ അള്ളാഹുവിന്റെ റസൂലിന്റെ, അള്ളാഹിന്റെ ദാത്തിന്റെ മൽഹറാണ് ആര്? റസൂലുള്ളാഹ്.
അള്ളാഹ്ക്ക് അങ്ങനെ കൈയില്ല. പക്ഷെ അങ്ങനത്തെ ഒരു കൈ കാണണമെങ്കിൽ ആരെ കയ്യിലേക്ക് നോക്കോ? സുലാഹിലേക്ക് നോക്കോ? അള്ളാഹ് ഇങ്ങനെ പറയാലും യദുല്ലാഹി, യദുല്ലാഹി അവരുടെ റസൂലുള്ളാഹിന്റെ കൈ അള്ളാഹിന്റെ കൈ പോലുണ്ട്, അങ്ങനെ അറിയാലോ. പറഞ്ഞത് എന്തേ? യദുല്ലാഹി ഓത് മോനെ. അവിടെ എങ്ങനെയായിട്ട് ഇന്നല്ലദീന യുബായിഊനക ഇന്നമാ യുബായിഊനല്ലാഹ് യദുല്ലാഹി ഫൗക ഐദീഹിം. അപ്പൊ റസൂലുള്ളാഹിന്റെ കൈ അവരുടെ കൈ മേലെ നിന്നു. എന്നിട്ട് അള്ളാഹ് പറയാണ് അത് ആരെ കൈയാണ്? യദുല്ലാഹി അള്ളാഹുവിന്റെ കൈയാണ്. ഫൗക ഐദീഹിം അവരുടെ കൈകൾക്ക് മുകളിലുള്ളത്. സത്യത്തിന്റെ ആരെ കൈയാണ്? റസൂലുള്ളാഹിന്റെ കൈയാണ്. അപ്പൊ അള്ളാഹു എന്ത് പറഞ്ഞു? അത് അള്ളാഹുടെ കൈയാണ്. അള്ളാഹുടെ കൈ പോലെയൊന്നല്ല, ഇത് ആരെ കൈയാണ്? അതാണ് അക്ബറിയത്തിന്റെ അടിയില്. അപ്പൊ അക്ബറിയത്തിനൊരു മലഹറേ ഉള്ളൂ, ആകാശഭൂമി അതിന് മലഹറാക്കാൻ പറ്റൂല. അതൊക്കെ പൊടിച്ച് ധൂളിയാൽ ആക്കണതാ, ഒറ്റ മലഹറേ ഉള്ളൂ. അതാരാ? ആ കൈ നശിക്കൂല്ല. ആ കൈ ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. അതിന്റെ രോമം പൊട്ടിയിട്ടില്ല, രോമം പൊട്ടിയില്ല. മുഹമ്മദിയത്തെ കൽബിൽ നീ കയറ്റിയാൽ നിന്റെ രോമം പോയിട്ട് കഫം പുട പൊട്ടൂല. കഫം പുടവ പൊട്ടാത്ത 10,000 ഈ മലബാറിന്റെ പള്ളിക്കാട്ട് കിടക്കുന്നുണ്ട്. എന്ത്? അവരെ കൽബിൽ മുഹമ്മദിയത്തുണ്ട്. അവർ ഫർള് മാത്രമേ നിസ്കരിച്ചിട്ടുള്ളെങ്കിലും നിസ്കാരക്കുന്ന എന്തായി അള്ളാന്റെ റസൂലിനെ ആർക്കട നിസ്കരിച്ചു കിട്ടും. അതൊക്കെ ഈമാളൂർ ചെയ്യുന്നേ ഉള്ളൂ. നിസ്കാരം നിസ്സാരാക്കിയതല്ല, ഇനി നിസ്സാരാക്കാതിരുന്നതുമല്ല, രണ്ടുമല്ല. നിസ്സാരാക്കാതിരുന്നതുമല്ല. നിങ്ങൾ ബേജാറണ്ട, നിസ്സാരാക്കി തന്നെ വിചാരിക്കുന്നത്. അള്ളാഹുവിലേക്കും റസൂലിലേക്കും ചേർത്താൽ നിസ്സാരപ്പെട്ട കാര്യമാണ് എന്ത്? നിസ്കാരം. അതാ മുഅ്മിനീങ്ങൾക്കത് വലിയ കാര്യമാണ്. ഈമാനത്തൊരു ആക്ട് അല്ലേ? ആക്ട് നരകത്ത് പോകാനുള്ളതല്ലേ? ഈമാനുള്ള ഒരാൾ നരകത്ത് പോകുന്ന ഖുർആനിലുണ്ടോ? ഹദീസിലുണ്ടോ? അണുമണി തൂക്കം ഈമാനുള്ളവൻ നരകത്തുനിന്ന്, പള്ളർച്ച് നിസ്കാരമുള്ളവൻ വൈലുല്ലിൽ മുസല്ലീൻ, വൈലെന്ന നരകത്ത് കടവും. മനസ്സിലായില്ലേ ചിന്നിക്ക്? അപ്പൊ അള്ളാഹുവിന്റെ കൈയിന്റെ പകരക്കാരൻ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ കൈ പകരുന്നവരും എനിക്ക് പറയാൻ കഴിയില്ല. ഇവിടെ യദുല്ലാഹി ആ യദ് അക്ബറിന്റെ യദാണ്, അക്ബറിന്റെ യദാണ് ഇവിടെ വെച്ചത്. പറയാം, നമുക്കില്ലാത്ത നമ്മുടേതല്ലാത്തൊരു കൈയാണല്ലോ അവരുടെ കൈ. ആ യദുള്ള എന്നുള്ള പറഞ്ഞല്ലോ, അള്ളാഹുവിന്റെ കൈയാണ് അവരുടെ കൈയിന്, പറയേ അവരുടെ കൈയിന് മുകളിൽ. അപ്പൊ അത് അക്ബറിന്റെ കൈയാണ്. ഇതോ ഈ ദുനിയാവിലെ അക്ബറാണ്, ആകാശ അക്ബറല്ല, ഭൂമി അക്ബറല്ല, അള്ളാഹു അക്ബറാണ് എന്നതിന് നീ കൊടുക്കുന്ന ബാങ്കിന്റെ ഇഖാമത്തിന്റെ മൽഹറാണ് ആര്? മുഹമ്മദ് എന്നാൾ ഭൂമിയിൽ വന്നിട്ടില്ലെങ്കിൽ അക്ബറിന് ദുനിയാവിൽ ദലീലുണ്ടാവില്ല. ഇത് വേറൊരാളാണ് എനിക്ക് പറഞ്ഞെന്നെങ്കിൽ ഞാൻ അയാൾക്ക് ചീരഞ്ഞു കൊടുക്കും. നിങ്ങളെപ്പോലത്തെ ഒരായി പിന്നെ വന്നിട്ടെന്നല്ല എന്നെ വലിയ ഭാഗ്യമാണ്. അങ്ങനെയാണ് നിങ്ങളിവിടെ വന്നു പോകുക എന്നുള്ളത് നിങ്ങൾക്ക് ഓരോരുത്തർക്ക് മാലട്ട് തരാൻ നിങ്ങൾ വിചാരിക്കണം. ചിന്തിക്കണം. അക്ബറിന്റെ മുളഹർ മുഹമ്മദ്.